നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ തുടർന്നു. പരുന്തുംപാറ കയ്യേറ്റത്തിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാകുന്നു. സ്ഥലരേഖകൾ ഹാജരാക്കാൻ 1000-ലധികം പേർക്ക് നിർദ്ദേശം. റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാൻ നടപടി. ജീവൻ രക്ഷാ ഉപകരണം സ്ഥാപിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. മൂന്നാറിൽ വീണ്ടും നാട്ടുകാരെ പേടിപ്പിച്ച് കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. ഗതാഗതം തടസ്സപ്പെടുന്നത് സ്ഥിരം കാഴ്ച. വിശദമായി നോക്കാം. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച ആദ്യഘട്ട അന്വേഷണം ഉടൻ പൂർത്തിയാകും. മഞ്ചുമല, പീരുമേട് വില്ലേജുകളിലെ 2 സർവേ നമ്പറിൽ സ്ഥലം കൈവശം വെച്ചിരിക്കുന്ന 1000-ലധികം പേർക്ക് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് പരുന്തുംപാറയിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ 534-ലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ 441-ലെ സർക്കാർ ഭൂമി കയ്യേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളാണ് നടക്കുന്നത്. 2 സർവേ നമ്പറിലും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരോട് 15 ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും. സർക്കാർ ഭൂമി കയ്യേറിയതായും പട്ടയവ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചതായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും. 5 സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് 5-നാണ്. അതിനു മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു സർവേ നമ്പറിലെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകളും സർവേ വിഭാഗം നടത്തുന്നുണ്ട്. കയ്യേറ്റം ആരാണെന്ന് തെളിഞ്ഞാൽ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ബഹളം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. വടകര ആശുപത്രിയിൽ നടന്ന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വിമർശിച്ചിരുന്നു. ഇതാണ് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കാൻ കാരണം. സനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ഒരു പ്രതിഷേധത്തിന് കോൺഗ്രസ് പ്രതിനിധികളുടെ വാക്കേറ്റത്തിന് കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം വടകര ജില്ലാ ആശുപത്രിയുടെ കെട്ടിട ഉദ്ഘാടനം നടന്നിരുന്നു. ഈ ചടങ്ങിൽ ഷാഫി പറമ്പിൽ എംപിയും കെ രമ എംഎൽഎയും പങ്കെടുത്തിരുന്നില്ല. ഇവർ പങ്കെടുക്കാത്തതിന് അല്ലെങ്കിൽ ഇവരുടെ അസാന്നിധ്യത്തെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. എന്നാൽ അന്ന് തങ്ങൾക്ക് മറ്റു പരിപാടികൾ നിശ്ചയിച്ച പ്രകാരം മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. തങ്ങളുടെ ഒരു അസൗകര്യം കണക്കിലെടുക്കാതെയാണ് അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ അഭിപ്രായം തേടാതാണ് സമയം നിശ്ചയിച്ചതെന്നും അവർ പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ് ഇന്ന് പ്രതിപക്ഷം യോഗത്തിൽ ഉന്നയിച്ചത്. ജില്ലാ ആശുപത്രി കെട്ടിടത്തിൽ ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തായിരുന്നു ഈ ചടങ്ങിന്റെ സംഘാടകർ. അതിൽ എംപിയുടെയും എംഎൽഎയുടെയും ഒന്നും സമയക്രമം നോക്കാതെ ഈ പരിപാടി വെക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഇത് ജനപ്രതിനിധികളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ UDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളെ അപമാനിക്കുന്ന തരത്തിൽ യോഗത്തിൽ സംസാരിച്ചിട്ടില്ലെന്നും ഈ വിഷയം അജണ്ടയിൽ ഇല്ലാത്തതിനാൽ ചർച്ചയ്ക്കെടുക്കാനാവില്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. UDF അംഗങ്ങളുടെ പ്രതിഷേധം കടുത്തതിനെ തുടർന്ന് യോഗം അവസാനിപ്പിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയായിരുന്നു. ശരി, സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
റെയിൽവേ സ്റ്റേഷനിൽ ഹൃദയാഘാതം നേരിടുന്നവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കാനുള്ള ജീവൻ രക്ഷോപകരണം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. AED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സാങ്കേതികവിദ്യയാണ് യാത്രക്കാർക്ക് വേണ്ടി പ്രവർത്തന സജ്ജമായത്. ദക്ഷിണ റെയിൽവേ DRM ഉദ്ഘാടനം നിർവഹിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാരാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലൂടെ ഓരോ ദിവസവും ട്രെയിനുകളിൽ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എത്തുന്നത്. അപ്പോൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേർ ഇവിടെ നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാകേണ്ട സാഹചര്യം, അവരെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ സാങ്കേതികവിദ്യ റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയിരിക്കുകയാണ്. കുഴഞ്ഞു വീഴുന്ന, അതായത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി കുഴഞ്ഞു വീഴുന്ന രോഗികൾക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പുവെക്കുന്നതിന് വേണ്ടി ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഇവർ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ് ഇതിന്റെ പേര്? ഡിവൈസിന്റെ AED എന്നാണ് ഈ മെഷീന്റെ പേര്, ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡീഫിബ്രിലേഷൻ. അതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് ന്യോൺകോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഇപ്പം ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലും പ്രയാസം വന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? അതെ, ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സമയം, ലൈക്ക് ഒരു ആംബുലൻസ് വരാനുള്ള സമയത്ത് പേഷ്യന്റ് വെറുതെ അവിടെ കിടത്താതെ ഒരു CPR-ഉം ഈ AED മെഷീനും കൂടി ഉണ്ടെങ്കിൽ സർവൈവൽ റേറ്റ് ബെറ്റർ ആയിരിക്കും. യെസ്, ഒരുപക്ഷെ ആ ടൈം ആയിരിക്കും ഒരാളുടെ ജീവൻ നിലനിൽക്കണോ വേണ്ടോ നിർണായകമാണ്. അതെ അതെ അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്? യെസ്, ഇത് ആക്ച്വലി സിമ്പിൾ ഡിവൈസ് ആണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ആക്ച്വലി ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷനും ഈ ഒരു ഡിവൈസ് തന്നെ പറയും. ഇതിനകത്തൊരു ഡിസ്പോസിബിൾ പാഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ അഡൽട്ടിനാണെങ്കിലും ചൈൽഡിനാണെങ്കിലും ഈ സെയിം പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ 2 മോഡ്സ് ഉണ്ട്, ലൈക്ക് അഡൽട്ട് മോഡും ഉണ്ട്, ചൈൽഡ് മോഡും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ ടീർ ചെയ്യുക. അത് പേഷ്യന്റിന്റെ എപെക്സ് ആൻഡ് സ്റ്റേർണം 2 പൊസിഷനിൽ പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് CPR സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഷോക്ക് വേണമെങ്കിൽ മെഷീൻ പറയും. ഷോക്ക് അഡ്വൈസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുക. യെസ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് AI സാങ്കേതിക വിദ്യയാണ്. എങ്ങനെയാണ് ഇത്? അല്ല, അത് ആക്ച്വലി ഒന്നുമല്ല. നോർമൽ ഒരു ഇതിപ്പോ ഹോസ്പിറ്റലിലെ ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ യൂസ് ചെയ്യുന്നതാണ്. അത് മാനുവലാണ്, ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു കോമൺ മാന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്. അപ്പൊ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഇവിടെ പ്ലേസ് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ചെലവ് എത്രയാണ്? ഇതിന്റെ എക്സ്പെൻസ്? മെഷീൻ ആക്ച്വലി ഇതൊരു ഡിസ്പോസിബിൾ ആയിട്ടാണ്, അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ഇൻസ്റ്റലേഷൻ ആണ്. ബാക്കി യെസ് യെസ്. അപ്പൊ ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വെക്കുന്നുണ്ടോ, അതോ പരീക്ഷണാടിസ്ഥാനത്തിൽ? എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. യെസ്. പിന്നെ ഒത്തിരി കൊല്ലത്തും യൂസ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ബസ്സുകളിലൊക്കെ വേറെ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ മോസ്റ്റ്ലി പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇൻസ്റ്റലേഷൻ കൂടി വരുന്നുണ്ട്. AED യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അഡ്രസ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഹൈ റിസൾട്ട് ആയിരിക്കും. അതെ അതെ. പെട്ടെന്ന് പക്ഷെ ഒരു പേഷ്യന്റ് കൊളാപ്സ് ആയി വീണ് കഴിഞ്ഞാൽ എന്താന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. ഈ ഒരു ഡിവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പേഷ്യന്റ് ഡെത്ത് ആയി പോകും. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വിദഗ്ധരുടെ സാന്നിധ്യം ഉറപ്പാക്കണോ ഇതിനു വേണ്ടി? ഇത് നോർമൽ ലേമാൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഒരു ബോധവൽക്കരണം കൊടുക്കണം. അതെ 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 അതെ. ഒരു അവയർനെസ് വരണം, ഒബ്വിയസ്ലി അവയർനെസ് വരണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ട്രെയിനിങ്ങും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടുത്തെ സ്റ്റാഫിനോ അല്ലെങ്കിൽ പോർട്ടേഴ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പല രീതിയിലും, ഇപ്പോൾ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ആണെങ്കിലും വേറെ പല സെഗ്മെന്റുകളിലൊക്കെ അവർ ഡെവലപ്മെന്റ് തുടങ്ങി. ഒരെണ്ണമാണ് തിരുവനന്തപുരം. അതെ അതെ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഭാഗത്ത് മെഡിസർവ് എന്നുള്ള കമ്പനി നമ്മൾ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ AED മെഷീൻ. നിഗോൺകോടനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 20 years ആയിട്ടുണ്ട് ഈ ഒരു ബിസിനസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ട്. നമ്മൾ ഒരെണ്ണം നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തുന്ന യാത്രക്കാർക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ ഒരു സംരംഭം ഇവിടെ വിജയകരമായാൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ BMBC നിലവാരത്തിലേക്ക് ഉയരുമെന്ന് മന്ത്രി P. മുഹമ്മദ് റിയാസ്. കാസർഗോഡ് വിവിധ റോഡുകളുടെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ആധുനിക നിലവാരത്തിലേക്ക് ഉയരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കിനാനൂർ, കരിന്തളം, കോടോംപേളൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കിളിയളം, വരഞ്ഞൂർ, ബാനം, കമ്മാടം റോഡും കിളിയളം ചാലിന് കുറുകെയുള്ള പാലവും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും BMC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി P. മുഹമ്മദ് റിയാസ്.
ഇവിടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 കോടിയോളം രൂപയാണ് ഈ റോഡിനും പാലത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. 10 കിലോമീറ്റർ വരുന്ന ഈ റോഡ് 10 മീറ്റർ വീതിയിലാണ് മനോഹരമായി നവീകരിച്ചിട്ടുള്ളത്. സൗജന്യമായി നിരവധി പേർ ഭൂമി വിട്ട് നൽകി. ആ ഭൂമി ഉപയോഗിച്ചാണ് റോഡിന്റെ ആകെ വീതി 10 മീറ്ററാക്കി ഉയർത്തിയിട്ടുള്ളത്. റോഡും പാലവും പൂർത്തിയായതോടെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 10 മീറ്റർ വീതിയിലാണ് നവീകരിച്ചത്. ആവശ്യമായ ഓവുചാലുകൾ, കലുങ്കുകൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലാണ് നിർമ്മാണം. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുന്ന കാസർഗോഡ് ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ളൈ ഓവർ പാലവും അദ്ദേഹം സന്ദർശിച്ചു. തലപ്പാടി ചെങ്കള റീച്ചിൽ ദേശീയപാത ഔദ്യോഗിക ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന നിലയിലാണ്. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാകാനുണ്ട്. പലയിടങ്ങളിലും പ്രവൃത്തിയുടെ വേഗം കുറവാണെന്ന് ദേശീയപാത പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വേഗത കുറവുള്ള റീച്ചുകളിൽ സർക്കാർ ഇടപെടൽ നടത്തും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡിന്റെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചില റീച്ചുകളിൽ ഉദ്ദേശിച്ചതുപോലെ വേഗതയിൽ പോകുന്നില്ല. അവിടെ ഇടപെട്ട് പരിഹരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ജില്ലാ കലക്ടർമാർക്ക് പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഇടപെടൽ നടക്കുന്നു. ജില്ലാ കലക്ടർമാരും മറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിക്കുന്നുണ്ട്. വേഗത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 2 ആഴ്ചയിലടക്കെ യോഗം നടത്തുന്നതാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ അതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എത്രത്തോളം പുരോഗതിയുണ്ട്, ആ പുരോഗതി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുവെ മനസ്സിലാക്കി പോകുന്നുണ്ട്. പുരോഗതിയുടെ വേഗത ഉദ്ദേശിച്ചതുപോലെ ഇല്ലെങ്കിൽ അതിന് ഞങ്ങൾ അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. ദേശീയപാതയിലെ പാലങ്ങൾക്കിടയിലെ സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിനും മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിൽ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്ത് എത്തിയത്. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മാട്ടുപെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപം കാട്ടാനക്കൂട്ടവും റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തി. മൂന്നാറിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയാണ്. കാട്ടുപോത്തും കാട്ടാനക്കൂട്ടവുമെല്ലാം പതിവായി തമ്പടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിറങ്ങി. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ദിവസങ്ങളായി പ്രദേശത്ത് തുടർച്ചയായി കാട്ടുപോത്തെത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപമാണ് കാട്ടാനക്കൂട്ടം റോട്ടിലിറങ്ങിയത്. 5 ആനകളാണ് റോഡിലെത്തിയത്. ഇതോടെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. ന്യൂസ് 18 മൂന്നാർ. പരിമിതികളെയും പ്രതിസന്ധികളെയും നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന നിസ ഉണ്ണിരാജന്റെ സിവിൽ സർവീസ് വിജയത്തിന് തിളക്കമേറെയാണ്. 7ാം ശ്രമത്തിൽ 40ാം വയസ്സിലാണ് നിസ സിവിൽ സർവീസ് എന്ന സ്വപ്നം കയ്യെത്തിപ്പിടിച്ചത്. തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശിയായ നിസ ഏജീസ് ഓഫീസ് ഉദ്യോഗസ്ഥയാണ്. ജോലി തിരക്ക്, 2 പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ, കേൾവി പരിമിതി, വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്ന് പിന്നോട്ടു പോകാൻ പലർക്കും ഇത് മതിയായ കാരണങ്ങളായേക്കാം. പക്ഷേ നിസയ്ക്ക് അതൊന്നും സ്വപ്നത്തിലേക്കുള്ള തടസ്സങ്ങളായില്ല. പകരം ഊർജമായി. 35ാം വയസ്സിൽ ആദ്യ ശ്രമം, പിന്നെ 5 തവണ കൂടി പരാജയം. ഒടുവിൽ 7ാം ഊഴത്തിൽ നിസ ലക്ഷ്യം കണ്ടു. എൻ്റെ മക്കൾക്ക്, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, എൻ്റെ മക്കൾക്ക് മാതൃകയാകണമെന്നുള്ള ഒരു കാര്യമാണ്. അതാണ് മെയിനായിട്ടും എന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി നമുക്കെന്തായാലും വി ഹാവ് ജസ്റ്റ് 1 ലൈഫ്. അപ്പം എനിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തോന്നി, എന്താണ് എനിക്ക് ലൈഫിൽ ചെയ്യേണ്ടതെന്ന് തോന്നി. ഇപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് സിവിൽ സർവീസ് എന്നുള്ള മോഹം പെർസ്യൂ ചെയ്യാനുള്ള ഒരു കറേജ് വന്നത്. ചെറുപ്പത്തിലെ കേൾവിശക്തി കുറയുന്ന രോഗം ബാധിച്ചിരുന്നു നിസയ്ക്ക്. ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കേൾവി. ബിടെക് ബിരുദധാരിയായ നിസ ഏജീസ് ഓഫീസിൽ അസിസ്റ്റന്റ് ഓഡിറ്ററാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള പോലീസിന്റെ ആയുധബലം പ്രദർശിപ്പിക്കുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണിയിലെ പോലീസ് പവലിയൻ. വിവിധ തരം തോക്കുകളും ഗ്രനേഡുകളും എടുത്തു കാണാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ പ്രധാന ആകർഷണമാണ് കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ആയുധ പ്രദർശനം.
പൊതുജനങ്ങളെ സേനയിലെ ആയുധങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനും യുവാക്കളെ സേനയിലേക്ക് ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് പോലീസ് പവലിയൻ ഒരുക്കിയത്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ 11 തരം തോക്കുകൾ പ്രദർശനത്തിനുണ്ട്. കൈത്തോക്കിനു പുറമെ കേരള പോലീസിന്റെ ബേസിക് വെപ്പണായ .303 മുതൽ ഓട്ടോമാറ്റിക് വെപ്പണായ ടാർ, ഇൻസാസ് തുടങ്ങിയവയും വിശദമായി പഠിക്കാനും കാണാനും അവസരമുണ്ട്. ഈ സെൽ ലോഞ്ചർ ഇവിടെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 6 നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതേ ടൈമിൽ പല തരത്തിലുള്ള സെല്ലുകൾ ഇതിലേക്ക് ഫയർ ആയ ശേഷം നമുക്ക് ലോഡാക്കാം. ആ ലോഡാക്കിയിട്ട് നമുക്ക് എയിം എടുത്ത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫയർ ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് ഇത് ഫയർ ചെയ്യാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് തൽക്കാലം വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന റൗണ്ടുകളും കാര്യങ്ങളും കുറച്ച് വെച്ചിട്ടുണ്ട്. പാസി പല്ലറ്റ് പോലെ എല്ലാ കാര്യം വെച്ചിട്ടുണ്ട്. തിരകൾ, ഗ്രനേഡുകൾ, ഷെല്ലുകൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, ഡ്രോണുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. ASI സുജിത്, സീനിയർ CPO ശ്രീകാന്ത്, CPOമാരായ അനൂപ്, സജീഷ് എന്നിവരാണ് ആയുധങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചും വിവരിച്ചു നൽകുന്നത്. സബ് ഇൻസ്പെക്ടർ BD ഗോപിക്കാണ് പവലിയന്റെ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല പരിപാടി 28 നെടുങ്കണ്ടത്ത് നടക്കും. പൊതുപരിപാടിയിൽ 30,000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് CPM അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഭൂവിഷയങ്ങളും വീണ്ടും ചർച്ചയാകും. 28 രാവിലെ 10 മുതൽ 12:30 വരെ നെടുങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ സർക്കാർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല അവലോകന യോഗം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 4-ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനം നടക്കും. പരിപാടികളുടെ നടത്തിപ്പിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയർമാനായും ജില്ലാ കളക്ടർ കൺവീനറായും സർക്കാർ തല സംവിധാനവും പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി MLA-മാരുടെ നേതൃത്വത്തിലും പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കി വനാന്തരത്തിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ടായിരുന്ന ആശങ്കയുണ്ടായിരുന്നു. കേന്ദ്ര വനം മന്ത്രിയുമായി സംസാരിച്ച് വനംവകുപ്പുമായി സംസാരിച്ച് വനാന്തര മേഖലയിൽ പങ്കിടുന്ന അതിർത്തി മേഖലയിൽ പങ്കിടുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാനും അവരുടെ പ്രതിഭാസം ഉറപ്പാക്കി. കെട്ടിട നിർമ്മാണ ചട്ടത്തിൻ്റെ അവസാനമായ ഘട്ടത്തിലേക്ക് കടന്നു. മറ്റൊരു മേഖല നൂറ്റാണ്ടുകളായി ദുരിതമനുഭവിക്കുന്ന തേയിലത്തോട്ടം തൊഴിലാളികൾക്കും ഏലത്തോട്ട തൊഴിലാളികൾക്കും അവിടെ ഭവന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. യോഗത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഉയരുന്ന പ്രധാന രാഷ്ട്രീയ ചർച്ച ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ തന്നെയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കണ്ടെത്താനായെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ 2ാം പിണറായി സർക്കാർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മേട തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി തർണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രതീഷ് കുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാളുകൾ. 11 നാൾ നീളുന്ന ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ഊരാൺമക്കാരായ അകവൂർ മനയിൽ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, ഊമമ്പിള്ളി മനയിൽ UNS ലീല എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. കൊട്ടാരക്കര അവണൂർ ചിഞ്ചിലം ട്രൂപ്പിന്റെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിലായിരുന്നു ചടങ്ങുകൾ. 9ാം ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നടൻ മനോജ് K. ജയൻ ചികിത്സാ സഹായ വിതരണം ചെയ്യും. ഉത്സവത്തിന്റെ 11ാം നാൾ ആറാട്ട് നടക്കും. കലാമണ്ഡലം APS ചന്ദ്രനും 40-ൽ പരം കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പഞ്ചവാദ്യവും ഉണ്ടാകും. ശ്രീഭൂതബലി എഴുന്നള്ളത്തും വിളക്കും 6ാം ഉത്സവ ദിവസം നടക്കുന്ന കരപറച്ചിലും ക്ഷേത്രോത്സവത്തിലെ പ്രധാന ചടങ്ങുകളാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രവാസി വ്യവസായിയുടെ കരുതലിൽ കണ്ണൂർ പാനൂർ പാലക്കുഴിയിൽ കുട്ടികൾക്കായി കളിക്കളം ഒരുങ്ങി. വ്യവസായിയായ ചിറ്റുളി യൂസഫ് ഹാജിയാണ് തന്റെ 5 സെന്റ് സ്ഥലത്ത് കളിക്കളം നിർമ്മിച്ചു നൽകിയത്. കളിക്കാനായി ഒരു ഗ്രൗണ്ട് വേണമെന്നത് പാനൂർ പ്രദേശത്തെ കുട്ടികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. ഈ ആവശ്യവുമായി അവർ പ്രവാസി വ്യവസായിയായ ചിറ്റുളി യൂസഫ് ഹാജിയെ സമീപിച്ചു. കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയ യൂസഫ് ഹാജി കളിക്കളം നിർമ്മിക്കാൻ തീരുമാനിച്ചു. കളിയും സൗഹൃദവുമാകണം ലഹരി എന്ന ആശയത്തിൽ അങ്ങനെ തന്റെ പേരിലുള്ള 5 സെന്റിൽ കളിക്കളം ഒരുക്കി കുട്ടികൾക്ക് നൽകി. ലഹരിക്കെതിരെ
നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിയെ കൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നു. ഓരോരുത്തരെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത്. ഏറെക്കാലത്തെ ആവശ്യം നിറവേറ്റി തന്ന യൂസഫ് ഹാജിക്ക് നന്ദി സൂചകമായി ചിറ്റുളി യൂസഫ് ഹാജി എന്ന പേര് ചുരുക്കി ഗ്രൗണ്ടിന് ചിറ്റ്കോ നാമകരണം ചെയ്തു. ചിറ്റ്കോ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കല്ലേൻ നിർവഹിച്ചു. മറ്റുള്ളവർക്കും മാതൃകയായിരിക്കുകയാണ് ചിറ്റുളി യൂസഫ് ഹാജിയുടെ ഈ പ്രവൃത്തി. സുമേഷ് മോറാഴ, ന്യൂസ് 18, കണ്ണൂർ. സഞ്ചാരികളാൽ നിറയുകയാണ് വാഗമൺ. അവധിക്കാലമായതോടെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഓരോ ദിവസവും എത്തുന്നത്. ഇവിടെ എത്തുന്നവരെ കാത്ത് നിരവധി സാഹസിക വിനോദങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൈൻ മരങ്ങളും മൊട്ടക്കുന്നുകളും പുൽത്തകിടിയും. വാഗമണിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരില്ല. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. മലമ്പാതകളിലൂടെ ഡ്രൈവ് ചെയ്തെത്തുന്ന സഞ്ചാരികൾക്കായി സാഹസിക വിനോദങ്ങളും നിരവധി. മധ്യവേനൽ അവധിയായതോടെ വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക് എന്നിവയൊക്കെ വാഗമണിലെ പ്രത്യേകതകളാണ്. പ്രധാനമായിട്ടും സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. സിപ്പ് ലൈന്, സ്കൈ സൈക്കിള്, റോക്കറ്റ് ഇജക്ടർ, അതുപോലെ ജയന്റ് സ്വിങ്, ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ 3D മൂവി, ഡോം തിയേറ്റർ, വെർച്വൽ റിയാലിറ്റി, അങ്ങനെ സാഹസികതയും ഉല്ലാസവും ഇഷ്ടപ്പെടുന്ന എല്ലാം ഒരു 2 ആഴ്ചയായിട്ട് നമുക്ക് നല്ല തിരക്കാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ പ്രദേശത്തു നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. വേനൽ മഴ ധാരാളം ലഭിച്ചതോടെ ഉണക്കുമാറി വാഗമണിലെ പുൽത്തകിടുകളിൽ പച്ചപ്പ് നിറഞ്ഞു. കോടമഞ്ഞും വാഗമണിന്റെ പ്രകൃതി ഭംഗി കൂട്ടുന്നു. സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ വാഗമൺ ടൗണിൽ ഗതാഗത കുരുക്കും പതിവാണ്. അധികൃതരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18, വാഗമൺ. പാലക്കാട് മങ്കരയിൽ ജനിച്ച് ധീരമായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ചരിത്ര പുരുഷനായി മാറിയ ചേറ്റൂർ ശങ്കരൻ നായരുടെ വേർപാടിന് ഇന്ന് 91 വയസ്സ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഹരിയാനയിലെ യമുന നഗറിൽ നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെക്കുറിച്ച് രാജ്യത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ദേശസ്നേഹിയും രാഷ്ട്രതന്ത്രജ്ഞനും അഭിഭാഷകനും കൂടിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് പഠിക്കണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ഉദ്ബോധിപ്പിച്ചത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. രാത്രി 11:30 വരെ 0.5 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശം. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. പത്തനംതിട്ട ഗസ്റ്റ് ഹൌസിന് മുൻപിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ആശാസമരത്തിലെ സർക്കാർ നിലപാടിലായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിവാദ ഉത്തരവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ആദായനികുതി അടയ്ക്കാത്ത ക്രൈസ്തവ ജീവനക്കാരുടെ വിവരങ്ങൾ തേടി മലപ്പുറം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രധാന അധ്യാപകർക്ക് കത്തയച്ചു. 2 ദിവസത്തിനുള്ളിൽ നികുതി അടയ്ക്കാത്തവരുടെ വിവരങ്ങൾ റിപ്പോർട്ട് നൽകണമെന്നാണ് കത്തിൽ നിർദ്ദേശം. മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കത്തയച്ചത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകാനാണ് കത്തയച്ചതെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. വിവാദമായതോടെ നിർദ്ദേശം പിൻവലിച്ചു. ബ്ലോഗർ മുകേഷ് എം നായർക്കെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നതാണ് പരാതി. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസ് കേസെടുത്തത്. മുകേഷിന് പുറമെ അൻസിയ എന്ന യുവതിയും കേസിൽ പ്രതിയാണ്. ഇവരാണ് മോഡലിംഗിനായി വിളിച്ചുവരുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി 12-ന് അതിശക്തി റിസോർട്ടിലായിരുന്നു ഷൂട്ട്. എന്നാൽ നടന്നത് മണി ബ്ലാക്ക്മെയിലിംഗ് എന്നും അപമര്യാദയെ പെരുമാറിയിട്ടില്ലെന്നുമാണ് മുകേഷ് പറയുന്നത്. ഫെബ്രുവരി 12-ാം തീയതി ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ കൊച്ചിയിലെത്തി. മടങ്ങിയെത്തിയതിൽ ആശ്വാസമെന്ന് ജെയിൻ. റഷ്യൻ മലയാളികൾ സഹായിച്ചതുകൊണ്ടാണ് തിരിച്ചെത്താനായതെന്നും ജെയിൻ പറയുന്നു.
അത് അവിടെയുള്ള മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ സഹായിച്ച് അവർ വഴി ടിക്കറ്റ് എടുത്ത് തന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. 3 മാസം അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടി അങ്ങനെ കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോകേണ്ടി വരികയായിരുന്നു. അങ്ങനെ പെട്ടുപോയതായിരുന്നു. ആറ്റിങ്ങൽ കരാട്ടെ ടീമിന്റെ 13ാമത് വാർഷിക ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പും ഗ്രേഡിംഗും സമാപിച്ചു. ആലങ്കോട് സ്പോർട്ടിംഗ് സിറ്റി ഇൻഡോർ ടർഫിൽ ഏപ്രിൽ 2 മുതൽ ആരംഭിച്ച പരിശീലന ക്യാമ്പ് ബ്ലാക്ക് ബെൽറ്റ് ട്രേഡിംഗ് ടെസ്റ്റോടുകൂടിയാണ് പൂർത്തിയായത്. 170-ൽ പരം പേർ പങ്കെടുത്ത ക്യാമ്പിൽ കരാട്ടെ സെഷനുകൾക്ക് പുറമെ കായികക്ഷമത കൈവരിക്കുന്നതിന് വേണ്ടി ശാരീരിക വഴക്കം, കരുത്ത്, ചലന വേഗത, സഹനശേഷി തുടങ്ങിയവ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന സെഷനുകളും സ്പോർട്സ് ഡയറ്റ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് സൈക്കോളജി എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകൾ, ജിംനാസ്റ്റിക്സ് പരിശീലനം, ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ വർക്ക്ഷോപ്പ്, ഔട്ട്ഡോർ ട്രെയിനിംഗ് സെഷനുകളും തുടങ്ങിയവയും നടന്നു. ബെൽറ്റ് ട്രേഡിംഗ് പ്രോഗ്രാം അലൻ കരാട്ടെ സ്കൂൾ കേരള സൌത്ത് സോൺ ഡയറക്ടർ ഹാൻഷിയാർ സൂരജ് ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ കരാട്ടെ ടീം മുഖ്യ പരിശീലകൻ സമ്പത് ബി, സെക്രട്ടറി സുധീർ എസ്, ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങളായ രംഗൻ RK, അമൽ അശോക്, സൂരജ് എസ്, അനർഘ വി തുടങ്ങിയ ആളുകളും പങ്കെടുത്തു. എയർവേസ് സീരീസ് എന്ന പേരിൽ പുതിയ 3 BLDC സീലിംഗ് ഫാനുകൾ വിപണിയിൽ എത്തിച്ച് വി-ഗാർഡ്. എയർവിസ് ലൈറ്റ്, എയർവിസ് പ്രൈം, എയർവിസ് പ്ലസ് എന്നീ മോഡലുകളാണ് വിപണിയിലെത്തുന്നത്. കുറഞ്ഞ വൈദ്യുത ഉപഭോഗത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഫാൻ വീടുകളുടെ ഇന്റീരിയറിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 4 മുതൽ 8 മണിക്കൂർ സമയത്തിനുള്ളിൽ ഓഫാകുന്ന രീതിയിൽ ഫാനുകളിൽ ടൈമർ സെറ്റ് ചെയ്യാനും സാധിക്കും. വി-ഗാർഡിന്റെ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് എയർവിസ് BLDC സീലിംഗ് ഫാനുകളെന്ന് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് MD മിഥുൻ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഇത് BLDC, അതായത് ബ്രഷ്ലെസ് DC മോട്ടർ ഡിസൈനാണ്. അതായത് ഇന്ന് ഇന്ത്യയിലത്തെ പുതിയ എനർജി നോംസ് വെച്ചിട്ട് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് വേണമെങ്കിൽ BLDC മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഫാനാണ് അത് കിട്ടുക. അപ്പോൾ BLDC മോട്ടർ വെച്ചിട്ടുള്ള ഫാനാണ്. ഏകദേശം 20 to 25% ഇന്ന് ഇന്ത്യയിൽ വെക്കുന്ന ഫാനുകൾ മൊത്തം BLDC ഡിസൈനിലാണ് വെക്കുന്നത്. അത് ഇനി വരുന്ന കൊല്ലം തോറും അത് കൂടി അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന 40 to 50% ഓഫ് ദ മാർക്കറ്റ് നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് BLDC-ലേക്ക് മാറുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മലപ്പുറം തിരൂർ ആലത്തിയൂരിലുണ്ടായ വാഹനാപകടത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സും മണൽ കയറ്റി വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.